അല്ലേ? റീഇൻസ്റ്റാളിന്റെ അല്ലടാ, റീഇൻസ്റ്റാളിന്റെ ഒന്നും അല്ല. റീഇൻസ്റ്റാൾ ചെയ്തത് അങ്ങനൊന്നും വരത്തില്ല പി സിയില്. എനിക്ക് നോക്കട്ടെ. ഇത് എനിക്ക് എന്താ ഇങ്ങനെയൊന്നും ഒരു പിടുത്തവും കിട്ടണല്ലോടാ. എനിക്ക് സീനില്ല, ഞാൻ ഷെയർ ചെയ്ത് തരണോ? എന്നാ നീ ഷെയർ ചെയ്താ. ലാപ്പ് അടിച്ചു പോയേ. എടാ നീ മറ്റേ ഇവിടെ വേറെ ആരെല്ലാം ഉണ്ടോടാ? സെക്കൻഡ് ഉണ്ടോടാ? സ്ക്രീൻ ഷെയർ ചെയ്യോ? ലൈവ് നീ ലൈവ് ആണോ? കണ്ടോണ്ടിരുന്ന സഹായിക്കാൻ വന്ന. ഇതൊക്കെയാണ് പരിപാടി. പറന്നു പോണ ഒരുത്തൻ വെറുതെ സർവർ ഇല്ലേ അവിടെ? ഇതൊന്നും ഇവന്റ് ലാഗാണോ? കഴിഞ്ഞു. ഇതൊക്കെയാണ് സെർവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ് പുള്ളി അവിടെ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടികൾ. അടി തുടങ്ങിക്കോ. എവിടെന്നും അടി കിട്ടി പോവാനെ തല്ലി. നീയൊക്കെ എന്തോ വിചാരിച്ചു? നീയൊക്കെ അതിനുള്ള ഓക്കെ. ഞാൻ ബീക്കപ്പോ ബീക്കുണ്ടായിരുന്നു. ഞാൻ മാറിയപ്പോ രണ്ടടി അടിക്കില്ല. കൊള്ളാം നീ. ഉണ്ട് ഈഗോ പീക്കിന്റെ ഒക്കെ അങ്ങേ അറ്റം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊന്നും കാണാത്ത, നിങ്ങളൊന്നും അറിയാത്ത ഒരു കീരിയെ എനിക്കറിയാം. അത് വെച്ച് നോക്കുമ്പോ എനിക്കിതിൽ വലിയ അത്ഭുതം ഇല്ല. ഒരു റെയിൻബോ 6 സീജ് കളിച്ചോണ്ടിരുന്ന ഒരു കീരി ഉണ്ട് പണ്ടത്തെ. പിക്സൽ. അന്ന് കീരി അല്ല, അന്ന് പിക്സൽ. അത് വെച്ച് നോക്കുമ്പോ ഇതല്ല. പണ്ടാര പ്രാന്തന്മാരാണെന്നോ? ഇങ്ങോട്ട് വിഷയം ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ വിഷയം. ഹലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഹലോ, ആൾക്കാരെ കിട്ടി നന്നായി. എന്നെ പറഞ്ഞില്ലല്ലോ പോടാ അവിടുന്ന്. കണ്ണാപ്പിക്ക് ഇത്രയായിട്ട് കേവി ആരാന്നറിയില്ലേ? തിരിച്ചു റിയാക്ട് ചെയ്യും. നട്ടുള്ള ലീഡറാണ് റിയാക്ട് ചെയ്യും. അതന്നെ ഞാനും ചെയ്തുള്ളൂ. തിരിച്ച് ടിവിയുടെ ഇവിടുന്ന് ഇനി അപ്പാപ്പനും കിട്ടത്തില്ല, ഇനി കാപ്പനും കിട്ടത്തില്ല. സോറി. ഞങ്ങളുടെ ഇത് ഇവിടെ ഇന്ത്യനാണ് താല്പര്യം. ഇവിടെ ഇന്ത്യനാണ് താല്പര്യം. ഇതിന്റെ കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരുത്തിന്റെ ദേഹത്ത് വെളിയിൽ ഏതെങ്കിലും ഒരുത്തം തൊടണം. പിന്നെ നീ വീട്ടിൽ ഉറങ്ങൂല. ഇപ്പൊ ഇവിടെ അടി ഉണ്ടാക്കണ എല്ലാത്തിലുണ്ട്. ഓക്കെ മതി. ഇത് അതിന്റെ കാര്യത്തിലല്ലല്ലോ പറഞ്ഞത്. അത് വേറെന്തോ കേസ്. അത് മറ്റേ ഹാരി ടി ഡി എമ്മിന്റെ കേസിന്റെ കാര്യത്തില്. അതൊക്കെ ചുമ്മാ വെട്ടി ഇതിനകത്തിട്ടിരിക്കണം. അതല്ല, ഹാരി ടി ഡി എം അല്ലല്ലോ, മറ്റേതല്ലേ ഡോക്കിയുടെ കാര്യത്തില്. ഡോക്കി ഹാരി ടി ഡി എം ആ കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. അത് അതിനകത്ത് അത് പണ്ടത്തെ കാര്യം. അത് അപ്ലൈ ചെയ്താ ആലോചിക്കാൻ പോലും വയ്യ. ട്രോമ ദിവസങ്ങൾ. ആലോചിക്കാനേ ഇപ്പൊ പോലും ആലോചിക്കാൻ താല്പര്യമില്ല. സത്യം പറയാലോ,
ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബ്രാവോ അടക്കം എന്റെ സ്വന്തം കല്യാണത്തിന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ തലയിലോട്ട് ഞാൻ ഈഗോ കയറ്റി വെച്ച ദിവസം ഹൂ, ഓർക്കാൻ പോലും വയ്യ guys, സത്യം പറഞ്ഞ ചില തിരിച്ചറിവുകൾ ഉണ്ടായ സമയം അതായിരുന്നു. ഞാൻ ബ്രാവോയെ കല്യാണം വിളിച്ചില്ല, അതറിയാം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാലും എന്റെ വൈഫ് ബ്രാവോയുടെ മോഡറേറ്ററാ. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ വിലക്കത്തില്ല, നീ വിളിച്ചോ. അവള് വിളിച്ച കല്യാണത്തിന്, ഞാൻ വിളിച്ചില്ല അന്നത്തെ ദേഷ്യത്തിന്. മനസ്സിലായേ? അമ്മായി ഇവരെ ആരും ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. അമ്മായി അമ്മായി കല്യാണത്തിലല്ലോ, അമ്മായി തള്ളക്കല്ലേ വിളിച്ചത്. അമ്മായി കല്യാണം മുടക്കുന്നവരൊന്നുമില്ലേ? പിന്നെ അമ്മായിന്റെ കല്യാണം നടക്കുന്നില്ലേ? ഞാൻ ബൗൺസേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തില്ലേ വീട്ടില്. പുള്ളിക്കാരെ കണ്ണൂരിന്ന് വടിവാളായിട്ട് വരുമെന്ന് പറഞ്ഞ്, ബോംബായിട്ട് വടിവാളായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് എന്തൊക്കെ സെറ്റപ്പുകളാന്നറിയോ കല്യാണത്തിന് ചെയ്തത്. പിന്നെ എന്തൊക്കെ സംഭവിച്ചതറിയോ? ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത സമയമാണത്. പ്ലേ ചെയ്തോ. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചിരിക്കുവോ? അത് പിന്നെ നമ്മൾ മനുഷ്യർ കൂട്ടിയിരിക്കത്തില്ലേ ഒരുമിച്ച്? അല്ലല്ല, ഇദ്ദേഹം അങ്ങനെ ഇരിക്കൂലല്ലോ. അതെന്താ ബൗണ്ടറീസ് ഇല്ല ഇവർക്ക്. ഇവരെന്തോ ബൗണ്ടറി ഒക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരല്ലേ? അത് കളിയാക്കുന്നവർക്കുള്ള വീഡിയോ പ്ലേ ചെയ്ത് പോലെ ഏ ആണോ? യെസ്, ആഫ്റ്റർ അത് ഏ ആണ്. അത് കടുവയാണെന്ന്. അങ്ങനെ എടാ ഇത് സിംഹമാടാ മണ്ട, കടുവയാണ് ബൗണ്ടറീസ്. ആണല്ലേ? എല്ലാത്തിനും ഉണ്ടെന്ന് വിചാരിച്ചു. ഇല്ലല്ലേ? പ്ലേ ചെയ്തോടാ. ടെറിട്ടറി അറിയില്ല, എനിക്കറിയില്ല കേസ് അത് ഏ ആണോ അല്ലയോ. അങ്ങനെ ടെറിട്ടറി മാർക്ക് പ്ലേ ചെയ്യണം. അത് കളിയാക്കുന്നവർക്കുള്ള വീഡിയോ. നിനക്കൊക്കെ എന്ത് അധികാരമാണ് അയാളെ കളിയാക്കാൻ? അയാളെ കുറിച്ച് നിനക്കൊക്കെ വല്ലതും അറിയാവോ? എടാ, ഒരു ടീം ബാക്ക് അടിച്ച് നിന്ന സമയത്ത് ആ ഒരാൾ ഒറ്റ ക്യാപ്റ്റനാണ് ആ ടീമിനെ ഇവിടം വരെ കൊണ്ടുവന്നത്. 2 കോപ്പ അമേരിക്ക, 1 ഫൈനൽസ്, 3 വേൾഡ് കപ്പ് ഫൈനൽസ്, 1 വേൾഡ് കപ്പ്. ഒരു ക്യാപ്റ്റൻ നീ ഇതിൽ കൂടി എന്തൊക്കെയാണ് ആ ടീമിന് വേണ്ടി നേടിക്കൊടുക്കാനുള്ളത്? നീയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? വേറെ കൊണ്ടല്ല, നിനക്കൊക്കെ ഭയമായിരുന്നു. അയാൾ 2 വേൾഡ് കപ്പ് ഇനി എടുത്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ തൊലി ഉരിഞ്ഞു പോകുന്നുള്ള അവസ്ഥ ആലോചിച്ചു. ഞങ്ങൾക്ക് നിന്നൊക്കെ 2 കളമില്ല, ഒരൊറ്റ കളം മാത്രമേ ഉള്ളൂ. വാമോസ് അർജന്റീന. അയാൾ തുടരുക തന്നെ ചെയ്യും. ഇപ്പൊ ഇതിന് അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ ഫൈറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ഫുട്ബോളിൽ നമ്മളൊക്കെ എടാ നമ്മള് ഫിഫന്ന് മൂന്നായ ആൾക്കാരാ. ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളി പറഞ്ഞൊരു തെറ്റുണ്ട്. അവരെന്നാ പോർച്ചുഗലിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോർച്ചുഗലിനെതിരെ കളിച്ചപ്പോ സ്പെയിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. എല്ലാരും ഓരോ ടീമിന് ഓപ്പോസിറ്റ് വരുമ്പോ സപ്പോർട്ട് ചെയ്യും. ഇറങ്ങടാ പൂച്ചാണ്ടി പറഞ്ഞതിൽ തിരുത്തുണ്ട്, അത് പറഞ്ഞോളൂ. അല്ലാതെ എല്ലാരും ചെയ്തിട്ടുണ്ട്, അല്ലെന്ന് പറയാൻ പറ്റൂല. കുറച്ച് ഹലോ കേക്കുന്നില്ല ഇതല്ലേ ഇതാരാ? അവന് എന്ത് ചേഞ്ച് അല്ലേ? ഡെൽറ്റയ്ക്ക് ഫോൺ എടുക്കാൻ പോയപ്പോഴതല്ലേ? അതെ ഡെൽറ്റയ്ക്ക് ഫോൺ എടുക്കാൻ പോയപ്പോഴുള്ള. ഇന്നലെ ഡെൽറ്റയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളെ വിഷയമായിരുന്നു. ഞാൻ വിഷയൊക്കെ ചെയ്തു, ലൈവ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നലെ ലൈവ് വന്നില്ലല്ലോ ഞാൻ. നീ ഇന്നലെ ലീവ് എടുത്ത് ഓടിയവനല്ലേ നീ? ഇതേ അവന്റെ ഒറ്റക്കുള്ളത് കൊണ്ടിട്ടാ ഇപ്പൊ തുപ്പി കൊടുക്കുമെന്ന് അറിയാം. അതുകൊണ്ട് നൈസായിട്ട് സൈഡിൽ എന്നെയും കൂടെ കട്ട് ചെയ്ത് കയറ്റി. എടാ നമുക്ക് അല്ല മെസ്സിയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത്, അപ്പൊ ക്രിസ്ത്യാനോടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മള് ഫുട്ബോൾ സ്കിപ്പ് ചെയ്യണം. Cristiano will be the greatest if they win the World Cup. I'm not agree.
If you ask me, Cristiano, is it a dream to win the World Cup? No, it's not a dream. Really? Yes. But you would love it, Cristiano, to win the World Cup. To define if I'm one of the best of the history. To win one competition. 6 games, 7 games. But World Cup, it's a dream. It's a dream. You are a GOAT, right? There's no doubt that it's Messi. Who's the best player in the world? Lionel Messi. Who's the best player of all time? Lionel Messi. Argentina, Messi. McAllister. No, Messi is more important. When Messi has the ball, 1-1-1, you are there. Smoked out, no pyro. Keep a mask up on me face, kid, and it's all black. Gotta lie low. Drugs right out. അത് പറഞ്ഞാടാ ഞാൻ വെക്കണം. ഒഞ്ചി പോയി മാസം ഒഞ്ചി. അവനെ വിരട്ടി വെപ്പിച്ച പുള്ളി എനിക്ക് ചിരി വരണ എന്റെ അമ്മോ ഞാൻ എന്ത് പറയാനാടാ ഇതിന് അയ്യോ ഇതിപ്പോ മെസ്സിന്റെ തന്നെ ആയിരിക്കും. അല്ലാതെ രണ്ടും റിവ്യൂ കണ്ടിട്ട് റിവ്യൂ പ്ലേ ചെയ്യണേ. ചെയ്. എടാ ഇതാണോ മറ്റേ ഗൈസ് ഇതാണ് മറ്റേ എന്താ ബാലൻഡിയർ ഈ സൂ എന്തിനാ പറഞ്ഞെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതെന്തിനാ സൂ പറഞ്ഞ വേറെ പുള്ളിയുണ്ട് തിയറി ഹെൻറി എന്ന് പറഞ്ഞിട്ട്. പുള്ളി റൊണാൾഡോയെ കളിയാക്കും. അപ്പൊ അതിന് മുന്നേ വെച്ചിട്ട് അവൻ ആ സൂ ഇട്ട് ക്രിസ്ത്യാനോ പിന്നെ അണ്ണൻ മാസ് എന്താ ഇവിടെ എടുത്തോളേ അത്രേ ഉള്ളൂ. എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എടാ കഴിഞ്ഞ ദിവസം ഇവിടെ മെസ്സിയുടെ വീഡിയോ ഇല്ലെന്ന് പറഞ്ഞ് ആരോ കൊണ്ടുവന്ന് മെസ്സിയെ വെച്ചങ്ങ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുത്തരൊന്നുമില്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഡിലീറ്റ് ചെയ്തോണ്ടാ അത് സംഭവിച്ചത്. നീ ആ പോക്കൃത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ചെയ്തു ഞാൻ ചെയ്തില്ല. പ്ലേ ചെയ്തോ വണ്ടിയുടെ പ്ലേ ചെയ്തോടാ. நான் லேட் நைட் வரும்னு சொல்லிட்டு நீ பாட்டுக்கு சாப்பிடாம உட்காந்து தூக்கிட்டு இருக்க போறேன். நான் இனிமே வரவே மாட்டேன், தெரியும்ல. ஆடாத செவ்வாது மலாடிடும் பொம்மி, ஆண்டவன பாலாட்டு இசை கேளடி பொம்மி, என் பாட்டு வந்தாலே மனம் துள்ளிடும் பொம்மி, அவன் பாட்டு இல்லாத இட எங்கடி பொம்மி, முக்கண்ணு முத்தாக தந்த பாட்டு படிச்சேன், பாட்டி என் நெஞ்சில் குடியிருக்கும் முடிச்சேன், அத்திந்தோம் திந்தியுந்தம் தனறிந்தாதிருந்தோம், சகதிந்தோம் திந்தியுந்தம் தனறிந்தாதிருந்தோம். എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ പുള്ളിയുടെ പടത്തിന്റെ റിലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അത് നമ്മളിനി എത്ര കഥയില്ലെന്ന് എന്താ പറയാ പുള്ളിയെ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു ഇത്രയും നാളല്ലേ. സത്യം പറഞ്ഞ ഈ ഫസ്റ്റ് ഡേ ഒക്കെ ഈ ഫാൻ ഷോയ്ക്ക് പോകുന്നതിന്റെ ഒരു 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 ഇത് അത് പോയവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതൊരു വേറെ വൈബായിരുന്നു. ഹലോ ഹായ് കോച്ച്. കോച്ച് എപ്പടി ഇരിക്കേ? എല്ലാം ഗോയിങ് ഗുഡ് ഓൺലി. എന്നാ മാച്ച് എന്നാ? മാച്ച് സെപ്റ്റംബർ ആണ് 11th.
സെപ്റ്റംബർ 11th. അപ്പൊ ഇത് ഏത് മാസം? ഇത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പൊ അതുവരെ ഇത്രയും ഹാർഡ് പ്രാക്ടീസിങ് ആണോ? യെസ് ബ്രോ. വേറെ എന്താ ചെയ്യരുത്, അങ്ങ് പോയി എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, കോച്ച് ഇത് LAN ആണോ? അടിക്കണം. ഇല്ല ഓൺലൈൻ ആണ്. ഓൺലൈൻ ആണ്. 60 മാച്ചസ് വിளையாடணும்டா. 60 മാച്ചോ? യെസ് ഗൈസ്, കോച്ച് ഈസ് പ്ലേയിങ് ഫോർ ഇന്ത്യ. ലെറ്റ്സ് ഗോ. അപ്പൊ എല്ലാരും ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയണം. സെപ്റ്റംബറിലാണ് മാച്ച്. അഗൈൻ കോച്ചും കോച്ചിന്റെ ടീമും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ പോവാണ് PUBG PC. നിങ്ങൾക്ക് അറിയാം, ഒട്ടും ഈസി അല്ലാത്തൊരു ഗെയിമാണ്. ഓൾറെഡി ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് കോച്ച് ജപ്പാനിൽ പോയി കളിച്ചതാണ് ഓൾറെഡി LAN ഇവന്റ്. കോച്ച് ഇത് ജയിച്ചപ്പോ LAN ഇവന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ജയിച്ചാ നമ്മൾക്ക് എല്ലാ LAN ഇവന്റുക്കും ഇൻവൈറ്റ് കിട്ടും ഡയറക്റ്റ് ആയിട്ട്. ടോപ്പ് 5 എത്തിയാലേ മതി. ജയിച്ചിട്ട് വാ. അതെ ഈഗിലെ MVP അടിക്കുന്നു ഈഗില്. അതാണ് എന്റെ മെയിൻ ടാർഗറ്റ്. ഫസ്റ്റ് ടോപ്പ് 3 എത്തണം. എന്നോட പേഴ്സണൽ മെയിൻ ടാർഗറ്റ് MVP അടിക്കണം. കോച്ച് MVP അടിക്കണം. മാച്ച് ഞങ്ങക്ക് വാച്ച് പാർട്ടി ചെയ്യാൻ പെർമിഷൻ മേടിച്ചു തരുമോ? മേടിച്ചു തരാം. ലെറ്റ്സ് ഗോ. நான் ஒரு 3 டேஸ்க்கு இருக்க மாட்டேன். ஓகேவா? லைக் 3 days ஆஃப் போறோம். ഓഫ് പോണാ? ഓ இல்ல திருச்செந்தூர் ஃபேமிலி டெம்பிள். நீ பொள்ளாச்சி போற கேள்விப்பட்ட, அதனால. കോച്ച് പൊള്ളാച്ചി എടുത്താണോ? ഞാൻ പൊള്ളാച്ചി എടുത്താ. നീ പൊള്ളാച്ചി എടുത്താണോ? എനിക്ക് വന്ന 40 കിലോമീറ്റർ ഉള്ളൂ. 40 കിലോമീറ്റർ ഉള്ളു. എന്നാ ബൈക്ക് എടുത്ത് പൊള്ളാച്ചിലോട്ട് വാ. ഞാൻ വരാം. പൊള്ളാച്ചിയിൽ എന്താ കഥ? കളിയുള്ളെന്ന് പറഞ്ഞു. പൊള്ളാച്ചി ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളി. ഓക്കെ കോച്ച്, ഓക്കെ പോയിട്ടോ. അപ്പൊ കിളമ്പ് ശരിടാ. ഓക്കെ കോച്ച് പ്രാക്ടീസിന് പോവായിരിക്കും വീണ്ടും. ഇത് പറയാൻ വന്നായിരിക്കും. அது பிராக்டிஸ் தான் போறேன். உன்னோட சேனல்ல மட்டும்தான் என்கிட்ட எவ்வளவு பாயிண்ட்ஸ் இருக்கு தெரியுமா? 66K பாயிண்ட்ஸ் ഉണ്ട് என்கிட்ட. எஸ் இப்பதான் நான் ഇവിടെ നോക്ക്. റൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെറ്റ് ആലേ. ഗോ ടു യുവർ സെറ്റിംഗ്സ്, അഡ്വാൻസ് ടോഗിൾ ഹാർഡ്വെയർ ആക്സിലറേഷൻ, റീസ്റ്റാർട്ട് ഡിസ്കോർഡ്. ഞാൻ ഇത് ഓൾറെഡി ചെയ്ത് നോക്കിയതാ ബ്രോ. എന്തേ കോച്ച് ഇവിടെ നോക്ക്. ഒന്ന് എടുത്തടാ. അല്ല പുള്ളിയുടെ ലൈവ് എടുത്തണ്ട. കോച്ചിന് എടുത്തിട്ടുണ്ട്. കാണിക്കൂ. 66.4K. വേറെ യാർ ചാനൽക്കോ ഇല്ലടാ. 126K ഉള്ളവന്മാരെ കൊണ്ട് കോച്ച് 100K யாரு அவங்க எல்லாம் டை ஹார்ட் மனசிலயா? 3.1 lakh. எனக்கு ரொம்ப பிடிக்கும். இல்லது கேம்பிள் ചെയ്യണല്ലേ കോച്ച്, അതൊക്കെ കിട്ടും. நான் கேம்பிள் எல்லாரும் போல பண்ணதே கிடையாது. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ ഇതേപോലെ സ്ക്രാച്ചസ് കാണും. അത് കാണുമ്പോൾ ആ ട്രിപ്പിൻ്റെ മൂഡ് അങ്ങോട്ട് പോകും. ഇതിനൊരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സ് പോലെ അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് മാഗ്നറ്റിക് സ്റ്റിക്കറാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വണ്ടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക, ആവശ്യം കഴിഞ്ഞ് റിമൂവ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്ന സമയത്തോ വണ്ടിയിൽ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലാത്ത സമയത്ത് റിമൂവ് ചെയ്ത് വെക്കുക. വണ്ടി സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് മാത്രം നമുക്ക് ഈ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓഫ് റോഡ് വണ്ടികൾക്കും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് പ്രിന്റ് ചെയ്ത് വരുന്ന ഡിസൈൻ നമുക്ക് കസ്റ്റം ഏത് വേണമെങ്കിലും ചെയ്യാനും പറ്റും. ഇത് എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സാധനം കൊള്ളാം കേട്ടോ. അത് കൊള്ളാം. എന്റെ വണ്ടി എന്റെ കോച്ച് എല്ലാം വെച്ച് കോച്ച് എന്റെ വണ്ടി ഇത് താഴ്ത്തുനിന്ന് ചെസ്റ്റ് ആക്കിയുള്ള എന്റെ വണ്ടിയുടെ 2 സൈഡും ഇതുപോലായി കഴിച്ചു. ഇതുപോലെ 2 സൈഡും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയടാ. നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് കഴിഞ്ഞു. ഇങ്ങനെയായി എന്റെ താറിന്റെ 2 സൈഡും. ഞാൻ റീപെയിന്റ് ചെയ്യാൻ കൊടുത്തേക്കോ. റീപെയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് പെയിന്റ് കട്ടാവടത്ത് പോളിഷ് ചെയ്യാനും ബാക്കി കുറച്ചെടുത്ത് എനിക്ക് ഡെന്റും ഇതും ഉണ്ടായിരുന്നു. ഓഫ് റോഡല്ലേ പോണേ, അതുകൊണ്ട് മൊത്തത്തിൽ ഇതായി. ടിവിയുടെ ലിവർ ചെയ്യാനോ ഞാൻ ചോദിച്ചു നോക്കാം. അവർ ചെയ്തു തരുമോ ചോദിച്ചു നോക്കട്ടെ.
ചെയ്തുതരാൻ ചോദിച്ചു നോക്കണം ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പോളിഷും ഇതെല്ലാം ചെയ്ത് ഞാൻ വണ്ടിയുടെ ബമ്പർ മാറ്റി റോമാൻ മാർ3 ആക്കി. അല്ല പണിയെല്ലാം കഴിഞ്ഞപ്പോ 31st കിട്ടും വണ്ടി. മാറ്റി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറുന്നത്. നീ പറഞ്ഞ വണ്ടി കറക്കിയൊരു കറക്കമുണ്ടല്ലോ. ആക്കി നോക്കുമ്പോ ഞാൻ തേടും. ചില ദിവസം ഞാൻ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും. എന്താ പറയുന്നില്ല, പിന്നീട് എനിക്ക് കാണുമ്പോ എനിക്കെന്നെ നാണം വരും. എനിക്ക് അറിഞ്ഞൂടാ എന്താ. എടാ ഫുട്ബോൾ വീഡിയോ വേലോട്ട് പോട്ടെ. ഇനി ഫുട്ബോൾ വേണ്ട. അത് മേലത്ത് ഗോകുന്റെ അടുത്ത് പാർട്ടി ഇത് വേറൊരു സാധനം. ഇതില് ട്രിപ്പ് ഉണ്ടാണ്, അത് കൊണ്ട് മനസ്സിലായത്. വേറെ വലിയൊരു മനുഷ്യൻ. അത് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടിയവിടെ അല്ല. എനർജി നോക്കിയ പുള്ളിന്റെ. ജയിച്ചമ്പോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം മറന്ന് ഇന്ന് നമ്മൾ സ്ട്രീം എൻജോയ് ചെയ്യാൻ പോകും. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കുറച്ചു നേരത്തേക്ക് 2-3 മണിക്കൂർ കേട്ടിട്ട് നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മളിന്ന് സ്ട്രീം എൻജോയ് ചെയ്ത് കാണാൻ പോവുകയാണ്. കേട്ടോ പിയാനോ എടുത്തിട്ട് വെച്ചിരിക്കണത്. കൺസോളൊക്കെ ഈ പിയാനോ എടുത്ത് എന്തിനാണ് വെച്ചിരിക്കണേ? എന്തിന് എനർജിയാണ് ഇവന്? ഈ ഗോഗ് ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ? സത്യം. എനിക്കത് പലവട്ടം തോന്നിയിട്ടുള്ള കാര്യം ഭയങ്കര പോസിറ്റിവിറ്റിയാ. ഏതാ സോങ് എനിക്കറിഞ്ഞൂടാ. കിട്ടില്ല പാട്ട്. ഇത് ഏത് പാട്ടറാ ഇത്? ഏത് ട്രാക്കടാ ഇത്? മറ്റേ ഷെസോ ആ സാധനം കയ്യിലുള്ളവർക്ക് വേണമെങ്കിൽ ഇത് പ്ലേ ചെയ്തൊക്കെ ഇത് മനസ്സിലാവും ഏതാ ട്രാക്കെന്ന്. വിഷയം ട്രാക്കല്ലേ? ഏതാ ട്രാക്ക്? മൂവിങ് ടു ദ സൺ. ഓ കൊള്ളാം. വിഷയം കേട്ടോ. കിടിലൻ ട്രാക്ക്. ഗോൾഡൻ ഡേയ്സ്. പ്ലേ ചെയ്തേ. അല്ലെങ്കിലും അത്ര നേരം നിലനിൽക്കുന്ന എന്റെ റോളെ സ്വന്തം നാട്ടിൽ ഇമാതിരി ബോണ്ടൊക്കെ ഉള്ളവര് ഇപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടിലേക്ക് നിങ്ങൾ കൊച്ചിലെ തൊട്ടേ ഇപ്പോഴും ഒരുമിച്ച് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര ലക്കിയാ ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാത്. ഒരുമിച്ച് കളിച്ച് വളർന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ആ ബോണ്ട് അതേപോലെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ സോ ലക്കി. ആനിമേഷൻ ക്വാളിറ്റി സോ ഗുഡ്. Can't tell it's an animation until you വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല. ആനിമേ
ഇപ്പൊ അനിമയുടെ intro ആണോ അത്? നോക്കണേ വേറെ വീഡിയോ സോളോ ലെവൽ ഫാൻ മെയ്ഡ് ആണ്. ഗൈസ് ഇത് മറ്റേ എൻഹാൻസ്ഡ് വല്ലതാണോ അതോ ഈ ആനിമി ഇങ്ങനെയാണോ? ഈ ക്വാളിറ്റി ഉണ്ട് ഈ ആനിമിക്ക്? ഈ ആനിമിക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ? ഓജി 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 റിയൽ ആണ്. കോച്ച് കണ്ടിട്ടില്ലേ കോച്ച്? കോച്ച് കണ്ടിട്ടുണ്ടോ? ആ ഈ ക്വാളിറ്റി ഉണ്ടോ?